ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള കപ്പപ്പുട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതേ കപ്പ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ എടുത്ത് വെച്ചുള്ള കപ്പ മുഴുവനായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതേ 10 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. എത്രത്തോളം പിഴിഞ്ഞ് കളയാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ എടുത്ത് വെച്ചിട്ടുള്ളത് മുഴുവൻ ഇതുപോലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പിഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ നൂൽപുട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് പുട്ടിനൊക്കെ കുഴക്കില്ല, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വളരെ കുറച്ച് അരിപ്പൊടി മതി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് പൊടിയുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. ഈ പുട്ടിൽ കുറച്ചധികം നാളികേരം ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ നാളികേരം ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കപ്പയുടെ മിക്സ് ചേർത്ത് കൊടുത്തു. മുകളിലായിട്ട് കുറച്ചും കൂടെ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുട്ടുംപാനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്ന ശേഷം നമുക്ക് ഈ ചിരട്ടപ്പുട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത ശേഷം ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ആവി വന്ന ശേഷം നമ്മളൊന്ന് തീ കുറച്ച് വെച്ച ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കപ്പപ്പുട്ടായതുകൊണ്ട് തന്നെ കുറച്ച് വേവ് ഇതിനധികം ഉണ്ടാവും. അപ്പോൾ അതേ കപ്പപ്പുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയുള്ളൊരു പുട്ടാണ് കേട്ടോ. നമുക്ക് പിന്നെ കടലക്കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കപ്പപ്പുട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.